ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ലിയോ സോഡിയക് സൈൻ ഉള്ളവരുടെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതെപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡേറ്റ് ആകുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, Ten of Swords, Strength, Magician card, Knight of Cups, Seven of Wands, Four of Pentacles, Three of Pentacles, Eight of Swords, Death card, Emperor card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് 10 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്സിൽ എത്തി, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ ബ്രേക്ക് ഡൗണിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആൻഡ് അതിനൊക്കെ ഒരു അവസാനം വരാൻ പോകുന്നു എന്നുള്ളതാണ്. മേ ബി അത് കരിയർ വൈസ് ആവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിലാകാം. അതൊരു സൈക്കിളിൻ്റെ കംപ്ലീഷനാണ്. അത് എൻഡായിട്ട് ഒരു പുതിയ ചാപ്റ്റർ ബിഗിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കാർഡിൽ സ്ട്രെങ്ത്, അതായത് നമ്മൾ കുറച്ചുകൂടി സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് ദേഷ്യമുണ്ടാവാം, ചിലപ്പോൾ ഒരുപാട് വിഷമമായിരിക്കാം. നിങ്ങൾക്കുള്ള ഒരു സ്ട്രെങ്തും അതുപോലെ തന്നെ കോൺഫിഡൻസും നിങ്ങൾക്ക് എല്ലാ ചാലഞ്ചസും ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് 2025 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഇയർ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതൊരു ഇമോഷണൽ ഗ്രോത്തിൻ്റെ ഒരു കാർഡാണ്. ഇമോഷണലി കുറച്ചുകൂടെ സ്റ്റേബിളാകും, അല്ലെങ്കിൽ മെച്യൂരിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും എന്നൊരു തോട്ടിലും എടുക്കാം. നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈവൻ നിങ്ങളുടെ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക, എല്ലാ ചാലഞ്ചസും ഫേസ് ചെയ്യുക, ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കോൺഫിഡൻറ്റോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. ഈ ഒരു ഇയറിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു മണി റിലേറ്റഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വൈസ് നോക്കുമ്പോൾ കുറച്ച് നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിളാക്കാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണി കുറച്ചുകൂടെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷൻസ് ഒരുപാട് ഹോൾഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്, അതായത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ച് കൊണ്ടിരിക്കുന്നു എന്നൊരു ഇതിൽ. ആൻഡ് നെക്സ്റ്റ് 3 ഓഫ് പെൻറ്റക്കിൾസ്, അത് ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ, എന്താ പറയുക, നിങ്ങളൊരു കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ആയാലും കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഗ്രോത്തിനൊക്കെ.
ആൻഡ് നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷൻസ് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മെൻ്റലി ഒരുപാട് വീക്കാണിപ്പോൾ. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ തന്നെ സെൽഫ് ലിമിറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. നിങ്ങളെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്നാലും നിങ്ങൾ അതിലോട്ട് പോകത്തില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യണം. നിങ്ങൾക്ക് വരുന്ന പുതിയ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അഗെയിൻ നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു സെയിം മീനിങ് ആണ്. എന്തിൻ്റെ ഒരു എൻഡ് ആവാൻ പോകുന്നു, എന്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് സമയമായിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു ഇതൊക്കെ എൻഡായിട്ട് നിങ്ങൾക്കൊരു ന്യൂ ചാപ്റ്റർ ബിഗിൻ ചെയ്യാൻ പോകുന്നു. എയ്തർ ഒരു കരിയർ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാകാം. ഒരു മൊത്തത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമ്മളുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിനായാലും ഒരു ചേഞ്ച് എപ്പോഴും അനിവാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് എംപറർ കാർഡ് വന്നിട്ടുണ്ട്. സോ എംപറർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് റോളിലിരിക്കുന്ന ഒരു ആളാണ്. അതായത് എല്ലാ അധികാരമുള്ളൊരു വ്യക്തി. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ആളാകണം. ലൈക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. നിങ്ങൾ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ആലോചിച്ചെടുത്തിട്ട് വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിരിക്കണം. അങ്ങനെ ഒരു രീതിയിൽ നമുക്കിതിനെ പറയാം. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എഫേർട്സ് ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. സോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പായും കിട്ടുന്നതാണ്. സോ ഇന്നത്തെ റീഡിങ്സിൽ നമ്മൾ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ട് കണ്ടായിരുന്നു. കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകുന്നതും, നിങ്ങളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഭയം ഇതൊക്കെ ഓവർകം ചെയ്യണം. ആൻഡ് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. M7 E healing time 9/27 yes G long distance 16 ego I C 10 W A N jealous morning 18 September 2
24 commitment, August, growth, spend quality time, external influence, afternoon, we, may, past relationships, P. ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്നും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് മാത്രം എടുക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.